ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യൂദയുടെ ലേഖനം 14:15 തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി പ്രിയ സഹോദരി ആ വാക്യം ഒന്ന് വായിച്ച സഹായിച്ചാണ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യൂദയുടെ ലേഖനം 14:15 തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശാന്തമായിട്ട് അല്പസമയങ്ങൾ തിരുവചനം ധ്യാനിക്കാം. ഞാന് ചുമതലപ്പെട്ടവരോട് നേരത്തെ പറഞ്ഞു, 8 മണിയാകുമ്പം സമയം കഴിവിന്റെ പരമാവധി തരണം. അല്പം മുൻപോട്ട് പോയി. എന്നിരുന്നാലും ഇന്ന് രാത്രി ദൈവജന അല്പസമയം ചിന്തിക്കാം. എപ്പോഴാ പ്രസംഗം നിർത്തേണ്ടത്? ഒൻപതര. യൂദയുടെ ലേഖനം 14:15 തിരുവെടുത്ത വേദപുസ്തകത്തിലെ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം 21 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. അതിൽ വളരെ ആഴമായ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ ലേഖനത്തിൽ നമുക്കറിയാം, വായിച്ച ആളിനോട് നോക്കാതെ എത്ര വാക്യമുണ്ട് വായിച്ച സഹോദരൻ ശരിയാണ്. 25 വാക്യങ്ങൾ. യൂദയുടെ ലേഖനത്തിൽ 25 വാക്യങ്ങൾ. ഇതുപോലെ 25 വാക്യമുള്ള വേറൊരു ലേഖനമുണ്ട്. ഇതുപോലെ 25 വാക്യമുള്ള വേറൊരു ലേഖനം ഇവിടെ പറയുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ ചോദ്യം ചോദിക്കാനല്ലോ വിളിച്ചത്, സുവിശേഷം പറയാനല്ലേ വിളിച്ചത്? അതെ, സുവിശേഷത്തിനകത്ത് ഫിലേമോന്റെ ലേഖനം ഒന്ന് നോക്കിക്കുക, എത്ര വാക്യമുണ്ട്? ആ ലേഖനത്തിലും 25 വാക്യങ്ങളാണ്. അപ്പോൾ വളരെ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ 25 വാക്യമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ഈ ലേഖനം ആരും തള്ളിക്കളയരുത്. വളരെ ആഴമേറിയ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഞാന് തുടക്കത്തിലെ ലേഖനത്തിലേക്ക് വരാൻ കാര്യം, ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. വിശേഷിച്ചിവിടെ അനേക ദൈവമക്കൾ സത്യത്തിന്റെ സാക്ഷികളായി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാർഗത്തിൽ വന്നവരുണ്ട്. അവര് വീടാന്തരം ദേശമെല്ലാവരും സുവിശേഷം പറഞ്ഞ് ഈ ദേശം സുവിശേഷം കേട്ടിട്ടുള്ള ദേശമാണ്. ദൈവത്തിന് മഹത്വം. ധാരാളം പ്രാവശ്യം ഇവിടെ അടുത്ത വയല IPCയിലും ഷാരോനിലും ഒക്കെ പല ആവർത്തി ചർച്ചക്കൂടിലും ഒക്കെ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ ഈ ദേശത്ത് ഒരവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയിട്ടുണ്ട്. കർത്തദാസൻ അവിടെ വെച്ച് അപ്പൊ ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ന് മൈക്ക് വളരെ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചില കാര്യം പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം ചോദിച്ചാൽ അവരെ അനുഭവത്തിൽ വന്നിട്ടില്ലേ. എല്ലാ ദിവസവും പ്രസംഗവും 2 ചില പാട്ടുമൊക്കെ ഉറങ്ങോടൊപ്പം നല്ലതല്ല. നിങ്ങൾ പറയും കേൾക്കുന്നുണ്ട്, പറയുന്നത് ശരിയാണ്. പാട്ടുകാരോട് ചോദിച്ചാൽ കാര്യം
നിങ്ങള് അല്ലെങ്കിൽ നമ്മളെല്ലാം ലോക്കൽ സഭയുടെ അല്ലെങ്കിൽ സെക്രട്ടറി കൺവെൻഷൻ വർഷത്തിൽ ഒന്നാണ് ഈ പഴയ സൂക്ഷിക്കുന്നതിന് പാട്ട് പാടുന്നതിലൊക്കെ എല്ലാ ദിവസവും. ഇപ്പം ഉദാഹരണത്തിന് ഈ ബഹുമാനപ്പെട്ട ജോസഫ് ടീമോ പാട്ട് പാടുമ്പോൾ പാട്ടുകാരുടെ ശൈലിയിലൊക്കെ പറയാം, വെള്ളി കടിച്ച അടുത്ത എന്ന് പറയുമ്പോൾ വെള്ളിയാണ് ഉള്ളതിന് അടുത്ത ആവശ്യം. വെള്ളി വേണ്ട വെള്ളി മതി. അതിന്റെ കുറ്റമല്ല, നാട്ടുകാരും പറയും അതേതാണ് സ്വാഭാവിക. അതുപോലെ പ്രസംഗിക്കുമ്പോഴും അതിന് ബുദ്ധിമുട്ടുകളും ശബ്ദമില്ല. ഓ എന്തോ ആൾക്കാർ പറയുന്നത് എനിക്കില്ല, അതൊക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടായി പറയുന്നത്. അപ്പൊ ചില ചോദിക്കും ദേഷ്യം മൈക്കുണ്ടാകും, വേറെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ കഴിയാൻ വളരെ നന്നായിരിക്കും. അപ്പോൾ പുതിയ നിയമത്തിലെ 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും ഉപദേശ വിഷയങ്ങളും. ഈ ലേഖനമെല്ലാം ഉപദേശങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം, കൊരിന്ത്യർ ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം അങ്ങനെ സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം, തെസ്സലോനിക്ക ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ, തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രത്യാശ പ്രാപിച്ച ദൈവമക്കൾക്ക് പ്രമാണം. അതാണ് തിമോഥെയോസിന്റെ ലേഖനം. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രമാണത്തിലും പ്രതിഷ്ഠയിലും നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് യൂദ ഓർപ്പിക്കുന്നത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ആദരിക്കുന്ന, കരുതുന്ന ഒരു നല്ല ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ വളരെ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. 25 വാക്യങ്ങളെ 25 വാക്യമേ ഉള്ളുവെങ്കിലും ഈ ലേഖനത്തിൽ സകല വിഷയങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ പറയുന്നത്, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 6-ാം വാക്യവും 19-ാം വാക്യവും വായിക്കാൻ ഇന്ന് ചെടിയിടാന്ന് മുമ്പോട്ട് പോകും. സമയത്ത് പറഞ്ഞ സമയത്ത് പ്രസംഗം നിർത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാം വേഗത്തിലായിരിക്കും. 6-ഉം 19-ഉം വായിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതലോകത്തെ വിഷയം മുതല യൂദ ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ദൂതലോകത്തെ വിഷയം. അപ്പൊ ശ്രദ്ധിക്കുക, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാൻ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത് ചെറിയ ലേഖനമല്ല. മാത്രമാണോ, ദൂതലോകത്തെ വിഷയത്തിൽ തുടങ്ങി അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിലുണ്ട്. 19-ാം വാക്യം വായിക്കാം. 19-ാം വാക്യം ആണോ? 18 ചേർത്ത് വായിച്ചു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ 18 വായിച്ചു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിച്ചോ, ദൂതലോകത്തെ വിഷയമാണ് 6 തുടങ്ങിയത്. 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അന്ത്യകാല വിഷയം. ദൈവത്തിന് മകത്വം. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ചിലർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. ചിലർക്ക്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് ഏത് യൂദയാണെന്ന് തർക്കമാണ്. ചിലർക്കുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാം അറിയാനുള്ള കാര്യം എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് സംശയമാ യൂദ ഏതാണ്. 1-ാം വാക്യം വായിച്ചേ ദൈവദാസി. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പം യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ദൈവത്തിന്റെ മകത്ത് പരിചയപ്പെടുത്തി. യേശുക്രിസ്തുവിന്റെ ദാസൻ. അപ്പൊ ഒന്നുകൂടെ വചനം പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാം, ഈ യൂദ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരൻ.
എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാ, ജനനം രണ്ട് വിധത്തില്ല. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് അറിയാം. യൂദയുടെ ജനനവും ക്രിസ്തുവേശുവിന്റെ ജനനവും രണ്ട് വിധത്തില. അമ്മയൊന്നാ, ഒരമ്മയാ പ്രസവിച്ചത്, പക്ഷേ ജനനത്തിന്റെ വിധം രണ്ട് വിധത്തില. യേശു ക്രിസ്തുവിന്റെ ജനനം അത് വിശേഷപ്പെട്ട ജനനമാണ്. എന്നാൽ ഈ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ജനിപ്പിച്ചെന്ന എല്ലാവരും കൊണ്ട് വാക്യമാണ്. വായിച്ചോ, മത്തായി 1:1 പെട്ടെന്ന്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അടുത്തത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, പിന്നെ ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സേരകനെയും ജനിപ്പിച്ചു, പിന്നെ സേരക് പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, പിന്നെ അമ്മീനാദാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ ചൽമോനെ ജനിപ്പിച്ചു, ചൽമോൻ ബോബസിനെ ജനിപ്പിച്ചു, ബോബസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ഇതെല്ലാം ജനിപ്പിച്ചു. ഇതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് ജനിപ്പിച്ചെന്നല്ല. 16-ാം വാക്യം വായിച്ചേ, 16. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു. അടുത്തത് അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. യാക്കോബും യൂദയും അബ്രഹാമും ഇസഹാക്കും എന്ന് വേണ്ട എല്ലാവരും ആമേൻ സ്തോത്രം ഓരോരുത്തരും ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ആരും ജനിപ്പിച്ചെന്നല്ല, യേശു ജനിച്ചു. തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ, കന്യകസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ, ഇവനെ ക്രിസ്തു രക്ഷകനിവൻ താനേ, ഇവനെ ക്രിസ്തു രക്ഷകനിവൻ താനേ. ശത്രുഗണം ദൂഷിപ്പാൻ പോട്ടു തോന്നും ഇവൻ താനേ, ഇവനെ എന്നലറി ശത്രുഗണം ദൂഷിപ്പാൻ പോട്ടു തോന്നും ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചവനാണ്. അപ്പൊ ഈ യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. അമ്മയൊന്ന്, അവൻ ജനനം രണ്ട് വിധത്തിൽ. അതുകൊണ്ട് വചനം പഠിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനത്തിൽ അവൻ ഭയപ്പെടുന്നവര് മറിയം എന്ന് പറയുന്ന ആ അമ്മ നിത്യകന്യകയല്ല, നല്ല അമ്മയാ, ബഹുമാനിക്കപ്പെട്ട അമ്മയാ, ആദരിക്കപ്പെട്ട അമ്മയാ, വിവരമുള്ള അമ്മയാ, പരിജ്ഞാനമുള്ള അമ്മയാ, നല്ല അമ്മയാ. പക്ഷെ അമ്മ നിത്യകന്യകയല്ല. കാരണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 6-ാം അധ്യായത്തിന്റെ 3 വായിച്ചു. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യം ഇപ്പം വായിച്ചു. അടുപ്പയിലിടുന്ന അരി എല്ലാം പിടിച്ച് ഞെക്കണ്ടല്ലോ എന്തോന്ന്, ഒരെണ്ണം ചെയ്യാൻ മതിയല്ലോ. 6-3 വായിച്ചു. മർക്കോസ് 6:3 പെട്ടെന്ന് വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞെക്കാനി 3 തരാം.
മറിയയുടെ മകനും ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യാക്കോബ്, യോസേഫ്, യോസെ, യൂദ, യൂദ, ശിമോൻ, ശിമോൻ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാനൊക്കെ പറഞ്ഞതാ, എന്നാൽ കാര്യം മനസ്സിലായല്ലോ. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനായ തച്ചൻ. കൊച്ചാക്കാൻ പറഞ്ഞതൊന്നും ഞാൻ വിവരിക്കില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാണ് ഈ യൂദയും യാക്കോബും യോസയും ശിമോനുമല്ല. അപ്പോൾ നമ്മുടെ ലേഖനത്തിന്റെ കർത്താവ് ഈ ലേഖനം എഴുതിയ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഇനി അവിടെ വളരെ ക്ലിയർ ആയിട്ടാ ഒന്നുകൂടെ ഒന്ന് വായിച്ച ആ വാക്യം. അല്ലല്ല, യൂദ 1. യൂദ ഒരു കാര്യം കൂടെ പറയാ. യൂദ 1 അത് തന്നെ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അതന്നെ അങ്ങനെ എഴുതിയേക്കുന്ന യാക്കോബിന്റെ സഹോദരൻ യൂദ എന്ന്. യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ അങ്ങനെ എഴുതാൻ കാര്യം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ എന്തിനാ ഞങ്ങളോട് ഈ ചോദ്യമില്ലാതെ ചോദിക്കുന്നത്? അല്ല, ചിലരുടെ ഗ്രിപ്പ് കണ്ടിട്ട് എല്ലാം തികഞ്ഞതുപോലെ ഒന്നും പഠിക്കാനും പ്രാപിക്കാനും ഇല്ല. മോട്ടോ വരുന്നത് കാഹളമല്ല. ആ മോഡലിനെ ചിലര് യാക്കോബിന്റെ സഹോദരനായ യൂദ. അതന്നെ അങ്ങനെ കൊടുക്കാൻ കാര്യം. അതിനൊരു കാരണം, ഒരു കാരണം. വേറെ പുസ്തകത്തിലെ വേറൊരു ഭാഗത്ത് യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു പദമുണ്ട്. തെറ്റരുത്, അതിനാ യാക്കോബിന്റെ മകനായ യൂദ. ഒരു വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചു. അവൻ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായിയുടെ മകനായ യാക്കോബ്. അടുത്ത പദം എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പോൾ ഇവിടെ യാക്കോബിന്റെ മകനായ യൂദ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് യൂദ ക്ലിയർ ആക്കിയത് യാക്കോബിന്റെ സഹോദരനായ. തെറ്റരുത്, അല്ല, അപ്പനെയും മോനെയും തമ്മിൽ തെറ്റരുത്. അങ്ങനെ തെറ്റുന്ന ആൾക്കാര് ഇഷ്ടം പോലുണ്ട്. അപ്പനേതാ മോനേതാ, അപ്പനോട് എങ്ങനെ സംസാരിക്കണം, മോനോട് എങ്ങനെ സംസാരിക്കണം, വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം, ഉപദേശിയോട് എങ്ങനെ സംസാരിക്കണം, പാസ്റ്ററോട് എങ്ങനെ സംസാരിക്കണം, പാസ്റ്റർ വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം, സെൻട്രൽ പാസ്റ്ററോട് എങ്ങനെ സംസാരിക്കണം, ലോക്കൽ സഭയുടെ ശുശ്രൂഷകനോട് എങ്ങനെ സംസാരിക്കണം, അമ്മയോട് എങ്ങനെ സംസാരിക്കണം, അപ്പനോട് എങ്ങനെ സംസാരിക്കണം, മൂത്ത സഹോദരിയോട് എങ്ങനെ സംസാരിക്കണം, ഇളയ സഹോദരിയോട് എങ്ങനെ സംസാരിക്കണം, സമപ്രായക്കാരോട് എങ്ങനെ സംസാരിക്കണം, കൂട്ടുകാരോട് എങ്ങനെ. ഇതൊന്നും ചിലർക്ക് അറിയത്തില്ല. ഇപ്പൊ പിന്നെ സംസാരിക്കുന്നില്ല, എല്ലാവർക്കും ഈ മൊബൈലിനകത്തൂടെ വീടാണ് അല്ലേ? സംസാരം ഒന്നും പറയേണ്ടതല്ല, നിങ്ങൾക്കൊന്നും അറിയാൻ വരാതെ പറയേണ്ടതല്ല, പറയേണ്ടതല്ല. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ സംസാരിക്കേണ്ട വിധമുണ്ട്. ചിലക്ക് അപ്പനെയും മകനെയും കണ്ടാൽ അറിയത്തില്ല. അപ്പനേതാ, എന്റെ വല്യമ്മച്ചി ഒരു ഭാഷ പറയും, ഒരു പഴഞ്ചൊല്ല, അതിനിങ്ങനെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കൊച്ചിലെ പറഞ്ഞു, എന്നാടാ തെങ്ങിനും കമങ്ങിനും ഒരു തളാപ്പുമായിട്ടിടരുത്. അതേ ഭാഷ. തെങ്ങ് നിങ്ങളെല്ലാവരും ഇങ്ങനെ വൈരാഗ്യം കൊടുത്തിരിക്കുന്നു. ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. മുഖമെല്ലാം വല്ലാതെ ഒന്നാതെ എനിക്ക് നിങ്ങൾക്ക് ഒരു കളറില്ല. ഉള്ള കളറില്ലേ, ഞാൻ പിന്നെ ഈ വെള്ള തുണിയുടെ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഉള്ള കളറിൽ നമ്മളെല്ലാം സന്തോഷിച്ചില്ല. എനിക്കാണ് സന്തോഷമുണ്ട്.
അപ്പോൾ സംസാരിക്കേണ്ടത് അറിയത്തില്ല. അത് അമ്മ പറയും, തെങ്ങിനും കമകിനും ഒരു തളാപ്പ് ഇടരുതാണ്. ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, സമൂഹത്തോട്, ലോകത്തോട്, ഇതര വ്യക്തികളോടൊക്കെ സംസാരിക്കേണ്ട രീതികളുണ്ട്. അത് ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഇന്ന് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. ഇവിടെ യാക്കോബിന്റെ മകനായ യൂദ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് യൂദ ക്ലിയർ ആക്കി, ഇത് യാക്കോബിന്റെ സഹോദരനായ യൂദ, ഞാൻ മകനല്ല സഹോദരനാകുന്ന യൂദ. ഇനി യൂദായുടെ മനോഭാവം 1-ാം വാക്യത്തിലുണ്ട്. മനോഭാവം എന്തുവാ യൂദായുടെ മനോഭാവം? ദൈവരാശി ഒന്നുകൂടെ വായിച്ചേ, 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ ദാസൻ. സാധാരണ ഞാനോ നിങ്ങളോ ആടിനെ പരിചയപ്പെടുത്തുന്നത് ദാസനൊന്നുമല്ല. ഈ യൂദ യേശുവിന്റെ ആരാ? സഹോദരൻ. അപ്പം പരിചയപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെ ആയിരിക്കും ഒന്ന് എഴുതുന്നത്? ഞാനോ നിങ്ങളോ ആരെന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദ, അങ്ങനെ എഴുതുകൊള്ളു. ഞാനാണെങ്കിൽ എഴുതുന്നത് അങ്ങനെയല്ല. എന്റെ കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കും. ഞാനായിരുന്നേ ഇങ്ങനെ എഴുതുകൊള്ളു, ദൈവത്തിന്റെ അനിയനായ യൂദ. കാരണം യേശു ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ അനിയൻ. അതാ ചെല്ലു ബന്ധമൊക്കെ പിടിക്കുന്ന നിങ്ങളില്ലേ. പിന്നെ ആള് ഞങ്ങളുടെയാ, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ തിരുമേനി അറിഞ്ഞ കേസ് പോലുമല്ല. നാളെ നമ്മൾ ഞാൻ പറഞ്ഞ ക്ലിമീസ് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞിട്ട് പോലും ഇല്ല. ചുമ്മാ ബന്ധം പിടിക്കും. കാശും ചുറ്റുപാടും പുത്തനും ഇച്ചിരി പിടിപ്പും ഒക്കെ ഉണ്ട്, ചുമ്മാ വന്ന് ബന്ധം കൂടും. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലും അറിയാത്ത കക്ഷികൾ ഇതിനകത്ത് ഇരിക്കും. നമ്മളേക്കും വേവിച്ച നിങ്ങളുടെ ഏത് വേവിക്കണം? നീളമുള്ള വേവിച്ച അല്ല, നീളം കുറഞ്ഞ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവനെ മറ്റേ വേവിച്ചന്റെ പരുവക്കേടായതുകൊണ്ട് ഇവൻ അറിയത്തില്ല, അല്ലെങ്കിൽ കയറി ബന്ധം പിടിക്കും. എന്നാൽ യൂദയുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്. പക്ഷെ തന്നെ പരിചയപ്പെടുത്തുന്നത് അവൻ സഹോദരനായിട്ടല്ല, യേശുക്രിസ്തുവിന്റെ ദാസൻ. അതാ തന്റെ മനോഭാവം, വിനയം. ദൈവത്തിന് മകത്വം. ചിലരുടെ പേരൊക്കെ പറയുമ്പം ചില വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞില്ലേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നോട്ടീസിൽ പേര് വെക്കുമ്പോൾ തന്നെ അത് അക്ഷരം ചെറുതായി പോയാൽ ആ നോട്ടീസ് കത്തിച്ച കേസ് എനിക്കറിയാം. വേറെ വീണ്ടും അടിയടാന്നാ പറയുന്നത്. ഫോട്ടോയുടെ വലിപ്പം കുറഞ്ഞതിന് പറഞ്ഞു ഇത് കത്തിച്ചേച്ച് അടുത്ത ഫോട്ടോ സ്ഥലമൊന്നും പറയുന്നില്ല. ഫോട്ടോയിൽ ആ ഫോട്ടോ അത്ര ഒത്തില്ല, 5000 അടിച്ചു, ഫോട്ടോ ഒത്തില്ല. ഒന്ന് പറഞ്ഞു അത് വേണ്ട, അടുത്തത് ഇറക്കണം, പേര് ചെറുതായി പോയി. അങ്ങനെയൊക്കെ ഇതെല്ലാം നമ്മളെല്ലാം പ്രതികളാണ്. പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും. അതെ. എന്നാൽ യൂദയുടെ മനോഭാവം നല്ല മനോഭാവമാണ്. വലിയ സ്ഥാനവും പ്രശസ്തിയും പേരിനും താല്പര്യമില്ല. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ദാസൻ. വേണേ പറയാം യേശുവിന്റെ ബ്രദർ, അല്ലെ എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ അനിയൻ. കുറച്ചുകൂടെ ബഹുമാനം കിട്ടും. ദൈവത്തിന്റെ അനിയനാ, നടുക്കോട്ട് കിട്ടുക, ബഹുമാനം കിട്ടും. പക്ഷെ അതൊന്നും താല്പര്യമില്ല. ഇവിടെ ഞാൻ സഹിതം എല്ലാവരും ബഹുമാനവും ആദരവും ഒക്കെ കിട്ടാൻ എന്തെല്ലാം സൂത്രവിദ്യകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷെ യൂദായെ കണ്ടുപിടിച്ച് ഒരു സൂത്രവിദ്യയില്ല. യേശുക്രിസ്തുവിന്റെ ദാസൻ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ക്രിസ്തുയേശുവിന്റെ ദാസൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അതായത് യാക്കോബിന്റെ സഹോദരൻ എടുത്തു പറയാൻ കാര്യം, ഈ യേശുക്രിസ്തു ജീവിച്ച് ശുശ്രൂഷിച്ച കാലയളവിൽ ഈ സഹോദരന്മാരാരും യേശുവിനെ വിശ്വസിച്ചില്ല. നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു 7-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യം ഒന്ന് വായിക്കുമ്പോൾ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണോ? ഒന്ന് വായിച്ചേ. 5-ആണോ 6-ആണോ? അവന്റെ സഹോദരന്മാരും. അത് എത്രാം വാക്യമാണ് ദൈവരാശി? 5. അപ്പൊ അത് തന്നെ തെറ്റിയില്ല. 5-ാം വാക്യം. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. കണ്ടോ?
അപ്പൊ ആരംഭ സമയത്ത് യേശു ശുശ്രൂഷിച്ച വേളയിൽ സഹോദരന്മാരാരും യേശുവിൽ വിശ്വസിച്ചില്ല. യാക്കോബും യോസേയും യൂദയും ശിമോനും ഒന്നും വിശ്വസിച്ചില്ല. അതിന് ന്യായമായ കാര്യമുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ, പിന്നെ അങ്ങനെ ഒരാൾക്ക് വിശേഷത തന്നെയല്ല. ഒരു വീട്ടിലാ വളർന്നത്. എന്റെ ഭാഷയാ, ഒരു വായി കിടന്നുറങ്ങുന്നു, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ ജോലി എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഈ സഹോദരന്മാരാരും യേശുവിൽ ആദ്യം വിശ്വസിച്ചില്ല. അവരുടെ ഒരു സഹോദരൻ, ഒരു ബ്രദറാണ്, അത്ര അല്ല. അവിടുത്തെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി മരണസമയത്ത് ക്രൂശിന്റെ ചുവട്ടിലും ഇവരെ ആരെയും കാണുന്നില്ല. എന്നാൽ അമ്മയുടെ സഹോദരി ശലോമയുടെ മകനാകുന്ന യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ഇവരെ ആരെയും അങ്ങനെ എടുത്തു പറയത്തൊക്കെ കാണുന്നില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇവരാരും യേശുവിൽ ആരംഭത്തിൽ വിശ്വസിച്ചില്ല. എന്തോ വിശ്വസിച്ചില്ല? അവിടുന്ന് ദൈവമാണെന്നോ, അവിടുന്ന് സത്യദൈവമാണെന്നോ, അവിടുന്ന് ജീവനുള്ള ദൈവമാണെന്നോ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വന്നതാണോ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ഇതൊന്നും ഇവര് വിശ്വസിച്ചില്ല. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ ദൈവദാസി. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവൻ പൗലോസ് പറയും പോലെ തിരുവെടുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വന്ന കൂട്ടത്തിൽ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഭാഷ പറഞ്ഞ അന്നേരം കളി മാറി. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. മോളെ സഹോദരി വായിച്ച 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവെടുത്ത് വായിച്ചാട്ടെ. പെട്ടെന്ന്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇടയ്ക്ക് കയറി പറയട്ടെ, ഈ ഉലകത്തിൽ വന്ന് മരിച്ചു ഉയർത്ത ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇന്നും അവിടുന്ന് ഉയർത്ത് ജീവിക്കുന്നു. ബാക്കി വന്ന സകലയുണ്ടോ? മതനേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാര്, ഭരണ പരിഷ്കർത്താക്കള്, മന്ത്രിപുങ്കുമന്മാര്, സാമ്രാട്ടുകള്, ചക്രവർത്തികള്, മിടുക്കന്മാരും കൊലകൊമ്പന്മാരും എല്ലാം ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് മണ്ണോട് മണ്ണായപ്പോൾ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഒരുവനേ ഉള്ളൂ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന എന്നെയും നിങ്ങളെ വീണ്ടെടുത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ പാപത്തെ മോചിച്ച് രോഗത്തെ സൗഖ്യമാക്കി നമ്മെ വീണ്ടെടുത്ത് നസറേയനാകുന്ന യേശു ക്രിസ്തു. കല്ലറ തുറന്നവൻ വൈരികെ തകർത്തു, കല്ലറ തുറന്നു വൻ വൈരികെ തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം. രാജിതമകനും മാമനുസൂതനെ, രാജിതമകനും മാമനുസൂതനെ, രാജസ്വമാനിതനെ, രാജസ്വമാനിതനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ, നിരന്തരം വന്ദനം ചെയ്തിടുവീ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ യേശു മരിച്ചു, അവൻ സ്വന്തം ഉയർത്തെഴുന്നേറ്റു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ ദൈവദാസി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അടുത്തത് എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അടുത്തത് അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. പിന്നെ അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്റെ ഭാഷ കളി മാറി.
യാക്കോബ് സഹോദരന്മാരോട് വന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല യേശു. എന്തോ പറഞ്ഞു കാണും ന്യായമായിട്ട്. അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ദൈവമാണ്. യേശു ദൈവമാണ്. യാക്കോബ് എന്ന് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, നമ്മൾ ചിന്തിച്ചതുപോലല്ല. അവിടുന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഭാഷ കളി മാറി. നമുക്ക് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നതിന് നമ്മുടെ മുഖവും ഇരിപ്പും കണ്ട അങ്ങൊരു സംഭവം നടന്നതായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പലയിടത്തും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടാൽ മതി, പ്രശ്നമെല്ലാം മാറും. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്ന ഒരു കാര്യം പറയാം, നമ്മൾ ഈ വെപ്രാളം പിടിക്ക് പരവേശം എടുക്കുക ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ആ വ്യക്തിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണം. യേശു പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം മാറും. പിന്നെ സ്വഭാവം മാറും, സംസാരം മാറും, രീതി മാറും, ഇരിപ്പും നടപ്പും നോട്ടവും പ്രകൃതി എല്ലാം മാറും. യേശു പ്രത്യക്ഷപ്പെട്ടാൽ മതി. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ സ്ഥിതി മാറി. യാക്കോബ് എന്ന് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. സഹോദരന്മാര് വിശ്വസിച്ചു. ദൈവത്തിന് മഹത്വം. നമുക്ക് വിരോധമായിട്ട് ചിന്തിക്കുന്നവരും മന്ത്രിക്കുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ കാണും. ഒന്നും മിണ്ടാൻ പോകരുത്, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ അവിടുന്ന് അവർക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. ഞാന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം, എല്ലായിടത്തും പറയുന്നതാ, ഒന്നുകൂടെ പറയാം. നമ്മുടെ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചുമതല വഹിക്കുന്നവര്, താലൂക്കിന്റെ അല്ലെ കോർപ്പറേഷന്റെ, അല്ല ഇവിടുത്തെ MLA മാർക്ക്, MP മാർക്ക്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ഇവർക്കെല്ലാം യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, സ്ഥിതി മാറുമെന്നായി പറഞ്ഞു. നമ്മൾ എന്തോ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുകയില്ല, അംഗീകരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാണ്. അതെ, കേന്ദ്രമന്ത്രിമാർക്ക്, ഓരോ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്ക്, ഗവർണർക്ക്, തമിഴ്നാട്ടിലെ ഗവർണർക്കൊക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ ഞാനും ഇരിക്കാൻ പോവാ. ഞാനെന്തിനാ ഇങ്ങനെ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ നാളെ ഇങ്ങനെ ഇരിക്കുവോളം. എന്നാ കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുക്രിസ്തു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. നിന്റെ അയലത്തുകാരൻ നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ അവൻ നശിച്ചു പോകാനൊന്നും പ്രാർത്ഥിക്കണ്ട, അവൻ മുടിഞ്ഞു പോകാനും പ്രാർത്ഥിക്കണ്ട. നീ ഇരുന്ന് പ്രാർത്ഥിക്കണം, എന്റെ യേശുവേ ഇന്ന് രാത്രി അവനൊന്ന് പ്രത്യക്ഷപ്പെടണം. സ്ഥിതി മാറും. ഈ മതഭ്രാന്തന്മാരുണ്ട്, ഉണ്ടല്ലോ, സുവിശേഷ വിരോധികൾ, മതഭ്രാന്തന്മാർ. ഒന്നും മിണ്ടണ്ട, ഒറ്റ വാക്ക് പ്രാർത്ഥിര്, എന്റെ യേശുവേ ഇന്ന് രാത്രി ആ വ്യക്തിക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. യേശു പ്രത്യക്ഷപ്പെട്ടാൽ സ്ഥിതിക്ക് മാറ്റം വരും. എല്ലായിടത്തും ഉയർത്തേണ്ട നാമോ, ഉയർത്തുന്ന നാമോ യേശുവിന്റെ നാമമാണ്. ദൈവത്തിന് മകത്ത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നയാളാണ്. നമ്മളെ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒന്നും എന്നോട് വലിയ താല്പര്യവും ഇല്ല. പക്ഷെ എനിക്ക് വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ആ വ്യക്തിക്ക് അങ്ങൊന്ന് പ്രത്യക്ഷപ്പെട്ടാട്ടെ, ഒന്ന് പ്രത്യക്ഷപ്പെടും. നമ്മൾ സംസാരിക്കാൻ പോയാല് പിന്നെ ചിലപ്പം മനുഷ്യനല്ലേ, ചിലപ്പോൾ അല്ലേ, അങ്ങനല്ലേ? സംസാരിക്കാൻ പോയാൽ ചിലപ്പം മനുഷ്യനല്ലേ നമ്മളെല്ലാം. മിണ്ടാത്തത് ഫോൺ ചെയ്യുമ്പോഴേ എന്നാ മിണ്ടാത്ത എന്നാ? കാരണം മിണ്ടിയിട്ട് വേണം അതെടുത്തിട്ട് ഒന്നും മനസ്സിലാകാതെയാണോ ഞാനെല്ലാം പിടികിട്ടുന്നു. എന്നാ മിണ്ടാത്ത എന്നാ? മിണ്ടാതിരിക്കുന്ന നല്ലത്. ഞാൻ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ ആ വ്യക്തിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണം, ആ വ്യക്തിക്ക് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവൻ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും.
ഓരോ കുടുംബത്തിലും യേശു പ്രത്യക്ഷപ്പെടട്ടെ. ഓരോ വ്യക്തിക്കും യേശു പ്രത്യക്ഷപ്പെടട്ടെ. ഓരോ ജീവിതങ്ങൾക്കും യേശു പ്രത്യക്ഷപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം. യേശു പ്രത്യക്ഷപ്പെട്ടാൽ മതി. അപ്പൊ യാക്കോബിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ഥിതി മാറി. അതുകൊണ്ട് ആ പ്രയോഗം വന്നത് യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം. 25 വാക്യം യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദ എഴുതിയ ലേഖനം. ഈ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തല ഭാഗം കൂടെ പഠിച്ചാൽ മറ്റു ലേഖനം നിന്ന് വ്യത്യസ്തമാണ് ഈ ലേഖനം. അതിനൊരു കാരണം, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. രക്ഷ. പക്ഷെ എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി രക്ഷ എന്ന വിഷയം എഴുതുന്നതിനും അത്യാവശ്യം ദുരൂപദേശത്തിന് ഖണ്ഡനം നടത്തണം, ദുരൂപദേശത്തിന് എതിര് കാര്യം പറയണം. കാരണം ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ ദുരൂപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. പത്രോസ് ഒരിക്കൽ പറഞ്ഞു ഇവര് വരാൻ സാധ്യതയുണ്ടെന്ന്. 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായവും യൂദയുടെ ലേഖനം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എഴുതിയതാണെന്ന് തോന്നും. വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടിന്റെ ഒന്ന് വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും ഏതാ? അത് 1-ാം ലേഖനമാണ് വായിക്കുന്നത്. 2-ാം ലേഖനം 2-ന്റെ 1. ഇപ്പം വായിച്ചത് 1-ാം ലേഖനം 2-ന്റെ 1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അടുത്തത്, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. ഒന്നുകൂടെ പറവന്ന് വായിച്ചേ സഹോദരി. ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. ഒന്നുകൂടെ വായിച്ചേ. ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഉണ്ടെന്നല്ല, ഉണ്ടാകും. പത്രോസ് സൂചന കൊടുത്തു, ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. പക്ഷെ യൂദ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇവരിതിനകത്ത് കയറി. യൂദ 3:4 വായിച്ചേ. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യര് നുഴഞ്ഞു വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ നുഴഞ്ഞു വന്നിരിക്കുന്നു. പത്രോസ് ഒരു സൂചന കൊടുത്തു, വരാൻ സാധ്യത ഉണ്ട്. പക്ഷേ യൂദ എഴുതിയപ്പോൾ ഇവർ ഇതിനകത്ത് കയറി. ഇതുപോലെ ഒരു സംഭവം പൗലോസ് പണ്ട് എഫെസോസിൽ 3 കൊല്ലം വേല ചെയ്തു. 3 കൊല്ലം. അതുകൊണ്ടായിരിക്കും ചില സഭകളിലൊക്കെ പാസ്റ്റർമാരെ 3 കൊല്ലം ഇരുത്തുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നു. 3 കൊല്ലം കഴിയുമ്പം കൂടും കൊടുക്കെ എടുത്തോണ്ട് അവിടെ 4 വെച്ചാൽ ഞാൻ പറഞ്ഞ അവിടെ 4 ആയിക്കോട്ടെ. മിക്കടുത്ത് 3. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. പൗലോസ് 3 കൊല്ലം എഫെസോസിൽ വേല ചെയ്തു. ആ 3 കൊല്ലത്തെ വേല 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു. എല്ലാവരോടും വചനം പഠിപ്പിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ മാസത്തിൽ 2 ആണ്ടിൽ 3 ദിനം പ്രതി. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാ, സഭ ആരോഗ്യമുള്ള സഭയാകണമെങ്കിൽ സഭയ്ക്കകത്ത് ബൈബിൾ ക്ലാസ് വേണം, വചനം പഠിപ്പിക്കണം. നല്ല ആരോഗ്യമുള്ള സഭ നന്നായി പോകണമെങ്കിൽ ദൈവവചനം പഠിപ്പിക്കണം. ഉണർവ് യോഗം കൊണ്ട് മാത്രം തീരുകയല്ല, ഉണർവ് യോഗവും അത്യാവശ്യമാണ്. വചനം നന്നായി പഠിപ്പിക്കണം. അതുകൊണ്ട് പൗലോസ് 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു. ആ ബൈബിൾ ക്ലാസ്സിൽ എല്ലാവരോടും നന്നായിട്ട് വചനം തുറന്നോസിന്റെ പാഠശാല. എന്നിട്ട് 1 കൊല്ലം നല്ലതുപോലെ അവിടെ വർക്ക് ചെയ്തു. എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. കണ്ടവരോട് ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത് മെനക്കെടാണ് വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും അങ്ങനെ ആ സുവിശേഷം അറിയിക്കണ്ട. ചെറിയവരോടും നമ്മുടെ ചില ആൾക്കാർ അങ്ങനെ ചെറിയവരോടും വലിയവരോടും പറയത്തില്ല. ചിലര് എല്ലാവരുടെയും കാര്യമല്ല. ചിലർക്ക് ഇങ്ങനെ പോകുമ്പോ പറയും നമുക്ക് കണ്ട ആ വീട്ടിൽ കയറാം. ടീം വർക്ക് എന്നാ പറയുന്നത്. 2 പേര് ലഘുലേഖ കൊണ്ട് തമ്പിയുടെ ഹൃദയം തകരുന്ന കപ്പല് നീ എങ്ങോട്ട് നിൽക്കൂ, നോക്കൂ, ചിന്തിക്കൂ. ഈയുടെ പുതിയൊരു ടാക്ക് കണ്ട് ഭംഗിയുടെ ഹൃദയം. ഇതൊക്കെ എടുത്തോണ്ടായി പോകും. നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ ചിലര് പറയുന്നത് ഞാൻ കേട്ടോണ്ട് നമുക്ക് കണ്ട ആ വീട്ടിലോട്ട് കയറാം. ഏതാ കണ്ടൊരു വലിയ വീടാ, വലിയ മതിലും ചുറ്റുപാടും വലിയ എന്നെ കൂടെ അവര് നമ്മുടെ കൂടെ ഒന്ന് നമുക്കൊന്ന് കയറാം. വന്നാൽ നല്ലതായിരുന്നു. പക്ഷെ
ഇല്ല എന്നൊക്കെ കയറണം. നമ്മൾ കൂടെ വന്നാൽ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റാണ്. ഉടനെ പറയും ഓ വരത്തില്ല നമ്മുടെ കൂടെ തരില്ല കയറാൻ. ഉടനെ അടുത്ത പുള്ളി പട്ടി കാണും. ഉടനെ മറ്റേ പുള്ളി കൂട്ടി വിട്ടേക്കുകയായിരിക്കും. ഓ എന്നാലും വിശ്വസിക്കാനൊക്കെ. അവസാനം തർക്കമാകുമ്പോൾ ഒരാൾ പറയും ആ എന്നാ വേണ്ട ഓ കയറുന്നു. പിന്നെ അങ്ങോട്ട് ഉദാഹരണമാണ്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം ഈ റോഡ് സൈഡിൽ പുറമ്പോക്കിലെ ചെറിയ വീടുകളുണ്ടല്ലോ, ഓല കൊണ്ടും പനയോല കൊണ്ടും ചാക്ക് കൊണ്ടും പനമ്പ് കൊണ്ടും പലക കൊണ്ടും ഒക്കെ മറച്ച ചെറിയ വീടുകൾ, അവിടെ പാർക്കുന്ന പ്രിയപ്പെട്ടവര്. ഉടനെ ഈ പുള്ളിക്കാരി പറയും നമുക്കെന്നാ അങ്ങോട്ടൊന്ന് കയറാം. ഓ അത് നിങ്ങൾ വന്നിട്ടുമില്ലേ, നമ്മൾ ഗുണപ്പെടുത്താൻ നടക്കുക. ആരെ ഗുണപ്പെടുത്താനാ? ഇവര് വരിക കാരണം അസറ്റും, മറ്റവര് വന്നിട്ട് എടാ വിവരദോഷി. വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്, ചെറിയവന്റെയും വലിയവന്റെയും, പണ്ഡിതന്റെയും പാമരന്റെയും കുചേലന്റെയും കുബേരന്റെയും കറുത്തവന്റെയും വെളുത്തവന്റെയും കാശുള്ളവന്റെയും കാശില്ലാത്തവന്റെയും സകല വ്യക്തികളോടും ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് എല്ലാവരോടും, ചെറിയവരോടും വലിയവരോടും പറയണം, ഭൂലോകത്തെക്കാൾ അധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെക്കാൾ അധികം വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും, ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ പഴയ പാട്ട് നിങ്ങൾക്ക് ആർക്കും അതറിയാമല്ലോ. കേട്ടില്ല അന്തമെന്താ ചിന്ത ചെയ്യ സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യ സോദര വേഗം, അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും, അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും. പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയാൽ, പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയാൽ, ഇന്ന് നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും, ഇന്നു നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും. അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും, അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ ആത്മരക്ഷ കരസ്ഥമാക്കണം. അതിനൊറ്റ പോമടിയേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇടയ്ക്ക് ഞാന് സമയമില്ലാത്ത നേരത്തെ ഇവരെ കൊണ്ട് 2 ശീല പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോകുന്നത് ബഹുമാനപ്പെട്ട കർത്തദാസൻ വിശേഷമായിട്ട് പറഞ്ഞു. അവരെ അല്ലെ 2 ശീല പാടിയില്ലെങ്കിൽ പുള്ളി ചോദിക്കും, ഞാൻ പറഞ്ഞു അയ്യോ അതുകൊണ്ട് എല്ലാം വേണമല്ലോ ദൈവത്തിന്റെ മകൻ. ചിലർക്ക് പാട്ടൊട്ട് ഇഷ്ടവുമല്ല, ചിലർക്ക് വചനവും ഇഷ്ടമല്ല. ഓരോ ടൈപ്പുകളാണ്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ഓരോരോ ടൈപ്പുകളാണ്. ആ മോന്ത കാണുമ്പോൾ അറിയാം എന്നതൊക്കെയാ. പണ്ട് AC ജോർജ് ഒരാളത്തിനോട് പറഞ്ഞു, അടുത്ത സഭായുഗത്തിന് നിന്റെ ഈ വളിച്ച മോന്ത ഇവിടെ കാണരുതെന്ന്. ഇംഗ്ലീഷിലാ പറഞ്ഞു, ഇംഗ്ലീഷിൽ. എനിക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുന്നത്? എന്തൊരു ഭാഷ. പുള്ളി പറഞ്ഞു, അടുത്ത ആഴ്ച നിന്റെ ഈ വളിച്ച മോന്ത. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയാം, കണ്ണടയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു മാത്രമാണ് രക്ഷകൻ.
അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദ. അപ്പൊ ഇത് എഴുതാൻ കാര്യം, ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. പത്രോസ് മുന്നറിയിപ്പ് കൊടുത്തു വരാൻ സാധ്യതയുണ്ട്. യൂദ എഴുതിയപ്പോൾ ഇതിനകത്ത് കയറി. ഇതുപോലത്തെ സംഭവമാണ് പൗലോസ് ചെയ്തത്. 3 കൊല്ലം മേലെ ചെയ്തു, 2 കൊല്ലം ബൈബിൾ ക്ലാസ്, 1 കൊല്ലം എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. എഫെസോസിലെ സുവിശേഷം എല്ലാം പറഞ്ഞേച്ച് പുള്ളി എഫെസോസിൽ നിന്ന് പിരിഞ്ഞു പോവുക. സെന്റ് ഓഫ് മീറ്റിംഗ്, സെന്റ് ഓഫ്. നമ്മുടെയൊക്കെ സഭകളിൽ സെന്റ് ഓഫ് പോലൊന്നും അല്ല, ഇത് പ്രത്യേക സെന്റ് ഓഫാണ്. അപ്പൊ സെന്റ് ഓഫിന് പുള്ളി എഫെസോസിലെ മൂപ്പന്മാരെ എല്ലാം കൂടെ മിലേത്തോസിൽ നിന്ന് വിളിപ്പിച്ചു. മൂപ്പന്മാരെ, എൽഡേഴ്സ്, മൂപ്പനെ എല്ലാം വിളിച്ചു. മൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെന്തിക്കോസിലെ മൂപ്പനാന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ സഭയെ മൂപ്പനാ. അത് മൂത്തത് കൊണ്ടാ, അല്ലാതെ മൂപ്പന്റെ ഗുണങ്ങളൊന്നും മിക്കതിനുമില്ല. കണ്ടവാൻ ഇതിനകത്തിരുന്ന് മൂത്തു. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാമല്ല, നിർത്താൻ അറിയാമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. മൂപ്പ സഭയിലൊക്കെ കണ്ടിട്ടില്ല, സൈഡ് ബെഞ്ചിലൊക്കെ ഇരിക്കുക, മൂത്തതാ. ഏതാന്ന് പോലും അറിയാൻ മേല. അത് മൂത്തത് അതല്ല, മൂത്തത് വേറെ, മൂപ്പൻ വേറെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ മേരി വേറെ, മൂരി വേറെ എന്ന് പറഞ്ഞാല് മൂപ്പൻ വേറെ, മൂത്തത് വേറെ. നമുക്ക് മിക്കതും മൂത്തതാ. ഇത് മൂപ്പന്മാര് എൽഡേഴ്സിനെ വിളിപ്പിച്ചു. വായിച്ച് 20-17 വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-17. പെട്ടെന്ന് വായിച്ചോ, സമയമില്ല, വേഗത്തിൽ പറയാം. പെട്ടെന്ന്. ഒരു ചെറിയ കണ്ണിക. മിലേത്തോസിൽ നിന്ന് അത് തന്നെ. അവൻ എഫെസോസിലേക്ക് മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അടുത്തത് അവരവന്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത കണ്ണിക. അടുത്തത്, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും എങ്ങനെ കൂടെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായിട്ടൊക്കെ പ്രസ്താവിച്ചു. ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുന്നു, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പട്ടണം തോറും പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വലിയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടം കർത്താവാകുന്ന യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഒത്തിരി കാര്യം പറഞ്ഞു. ഞാൻ സഹോദരിയോട് പിണങ്ങിയിട്ടല്ല, സമയം പോയതുകൊണ്ട് ഞാനോട് അല്ലെ വായിച്ച് പിന്നെയും ഞാൻ പറയുമ്പോൾ സമയം പോകും. അതുകൊണ്ട് അല്ലെ സഹോദരി കൊടുത്തത് മൈക്കിൽ തന്നെ നിന്നെ ഇരുത്തിട്ട് അയാൾ തന്നെ എല്ലാം അങ്ങ് പറയുക എന്ന് ചിന്തിക്കരുത്. ഇടയ്ക്ക് ഞാൻ തരാം 2 പേർക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ആസിയിൽ വന്ന് 1-ാം നാൾ മുതൽ എല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്നു. എല്ലാം വിവരിക്കുന്നില്ല. 3 കൊല്ലം മേലെ ചെയ്തു. ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോവുക. ഇടയ്ക്കൊരു പദം പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നൊന്നും, ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പോവുക. അവിടെ ചെല്ലുന്നിടത്ത് കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് യെരൂശലേമിലോട്ട് പോവാ. ടൗൺ സഭയെ പോകാതിരിക്കുന്നതാ നല്ലത്. അതെ, വലിയ സഭയിൽ പോയാൽ അവിടെ കുറെ അച്ചായന്മാരുണ്ട്. അവര് പറയും പോലെ അവര് പറയും, തുടങ്ങ പരിശുദ്ധനോ നിർത്ത്, ആമേൻ, വാ ചെല്ലാം, പോ. അവര് കുറച്ച് പേരാ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാതെയാണ്, നിങ്ങൾക്കും ഗുണം വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ് അവിടെ നന്നായിട്ട് വേല ചെയ്തു. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു പോവുക. ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്റെ പ്രാണനെയൊന്നും ഞാൻ വലിയതായിട്ട് എണ്ണുന്നില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തോ പ്രശ്നമാണ്. എന്നിട്ട് പൗലോസ് ഒരു വെളിപ്പാട് പറഞ്ഞു. അത് പറയാനാ ഒരു വെളിപ്പാട്. പൗലോസിന് നല്ല വെളിപ്പാടാണ്, കൃത്യം വെളിപ്പാടാണ്. നമ്മുടെ പോലെ ഒന്നും വെളിവുകേടൊന്നുമല്ല, കൃത്യം വെളിപ്പാടാണ്. പണ്ടൊരാൾ പ്രവചിച്ചു, ചേടത്തിയോട് പറയേണ്ടത് അനിയത്തിയോട് പറഞ്ഞു. പറഞ്ഞു ഇത് ഞാനാ. തെറ്റിയതാ, പുള്ളിക്കാരിയോടാണ്. സാരിയുടെ കളർ കണ്ട് പ്രവചിച്ചത്. പൗലോസ് കൃത്യം വെളിപ്പാടാ. കൃത്യമല്ല. ഒരു സഹോദരി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം തിരിഞ്ഞു നോക്കിയതുള്ളൂ, അവരുടെ ഭൂതം പോയി. ശാസിച്ചു. നമ്മൾ ഭൂതത്തെ ഇറക്കുന്ന എന്ത് ബന്ധപ്പെട്ട ഒരെണ്ണത്തിന് പല കാലത്തും ആ ഒരെണ്ണം ഇളകുന്നത്. മിക്കത് ഇളകത്തില്ല, കാരണം കർത്തമേശ എടുത്ത ഭൂതമായതുകൊണ്ട് മിക്കത് ഇളകുകയല്ല. ഇതെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മിക്കത് ഇളകുകയല്ല. പിന്നെ വല്ല കാലത്ത് എവിടെയെങ്കിലും ഒരെണ്ണം, പിന്നെ അതിനോട് എന്തോ ഗുസ്തിയാന്ന് പറയും. രക്തം അതിനെ നോക്കി രക്തം. അവസാനം അതും തുള്ളി നമ്മളും തുള്ളി എത്ര കുപ്പി വെള്ളം കുടിക്കുന്നു. അവസാനം ചോദിക്കുന്ന പേരെന്നാ, എവിടുന്നാ വരുന്നത്? നാളെ അങ്ങോട്ടൊരു പുള്ളി ചോദിച്ചാൽ കല്യാണം ആലോചിക്കാൻ പോവുകയാണോ എന്ന്. ഇതിനോട് പേരും അഡ്രസ്സും അല്ല. ഇവിടേക്ക് ഷാജ് കൃത്യം വല്ലതും പറയുമോ? അവൻ പോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനും അവനോടാണ് നമ്മൾ ചോദിക്കുന്ന അഡ്രസ്സ്. അതെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല.
പൗലോസ് ഇതൊന്നും ചോദിച്ചത് മുഷിഞ്ഞു നോക്കി ഭൂതം പോകും. അത്രയ്ക്ക് വെളിപ്പാടും കൃപയുമാണ്. ഈ പൗലോസ് എഫെസോസിൽ നിന്ന് പോകുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറഞ്ഞു. ആ ദൂത്, ഞാനിവിടെ 3 കൊല്ലം മേലെ ചെയ്തു, ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോകുക. ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ എന്റെ ഭാഷയാ 2 പോരാട്ടം, പെന്തിക്കോസ് ഭാഷയാ, 2 പോരാട്ടം ഉണ്ടാകും. 2 പോരാട്ടം നമ്മുടെ ഭാഷയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. 2 പോരാട്ടം. ആ പോരാട്ടം എന്തുവാ? 29-ാം വാക്യം വായിച്ച്, 20-ന്റെ-29 പെട്ടെന്ന്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം നിങ്ങളുടെ ഇടയിൽ കിടക്കും. എപ്പോഴാണെന്നറിയോ? ഞാൻ പോയ ശേഷം. പൗലോസ് ഉള്ളപ്പോഴൊന്നും നടക്കത്തില്ല. അടുത്ത പദം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ വരുന്ന 2 പോരാട്ടം. ഇങ്ങനെ, 1 വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, 2 അകത്തെ പോരാട്ടം. എല്ലാ കാലത്തും ഉണ്ട് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടവും അകത്തെ പോരാട്ടവും. ഞാൻ എല്ലായ്പ്പോഴും പറയും, വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തെ പോരാട്ടമാ ഇല്ലേ? അത് അകത്തതാ ഇല്ലേ? വെളിയിലത്തെ ഉദാഹരണമാണ്. സുവിശേഷ വിരോധികളായ ചിലര് നമ്മളെ തെറി പറയുക. സുവിശേഷ വിരോധികൾ, മതഭ്രാന്തന്മാര് തെറി പറയാന്ന് വെച്ചു. അപ്പുറത്ത് അവിടുന്ന് തെറി പറയാം. നമുക്ക് നമ്മുടെ പെരയ്ക്കകത്ത് കയറി കടകും ജനലും അടച്ചിട്ട് ഒക്കുന്നെങ്കിൽ വെന്റിലേഷനും തെർമോകോളും വെച്ച് ഒട്ടിച്ചേക്ക് നമുക്ക് മുറിയാണ് ചാകത്തില്ല, പ്രാർത്ഥിക്കാം. അവൻ വെളിയിലല്ലേ, അവിടെ അല്ലേ. അതേസമയം പെരയ്ക്കകത്തിരിക്കുന്നവൻ തെറി പറഞ്ഞാല് നമ്മൾ കസേരയിരിക്കുന്ന അവൻ സെറ്റിയിൽ ഇരുന്ന് കണ്ണു പൊട്ടുന്ന ഡാഷ് കേക്ക് അല്ലാതെ. വെളിയിലുള്ളവൻ തെറി പറയാന് നമുക്ക് അകത്ത് കയറാം. ഉദാഹരണമാ കേട്ടോ. ഇപ്പൊ ഒരു സുവിശേഷ വിരോധി, ഒരു മതഭ്രാന്തൻ വന്ന് നമ്മളെ അടിക്കുക. എന്റെ ഭാഷ അടിക്കാൻ വരുമ്പോൾ ഒന്നേ അങ്ങ് ഒഴിഞ്ഞേക്കണം. തിരിച്ചടിക്കരുത്. അത് നമ്മുടെ മാർഗമല്ല. അവൻ അടിക്കാൻ വരിക, അവനെ അടിക്കാൻ വന്നാൽ പിന്നെ എന്നാ ചെയ്യാൻ? എന്നാ ചെയ്യാൻ? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്റെ ഭാഷയാ, അവനെ പ്രാർത്ഥിച്ചു ഒതുക്കാം. അങ്ങനെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. തല്ലാൻ വന്നവൻ വചനം കേട്ട് ആരാധന കണ്ട് ഭയപ്പെട്ട് കൊണ്ടുവന്ന ആയുധം മാറ്റിയിട്ട് അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. ഉണ്ട്. ഉപദേശം ടിജുമച്ചനപ്പച്ചൻ പണ്ട് വേല ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ട്. കല്ലിശ്ശേരിയിൽ പട്ടൻകുട്ടിയപ്പച്ചന്റെ കാലത്ത് യാത്ര പോയപ്പം പത്തിച്ചിറ യോനാച്ചനും ടിജുമച്ചൻ അവർകളും ഈ പത്തൻകുട്ടിയപ്പച്ചനും ടിജുമച്ചനെ പത്തിച്ചിറ യോനാച്ചൻ 3 പേര് അവർ യാത്ര ചെയ്തപ്പോൾ ഒരു സുവിശേഷ വിരോധി വന്ന് തല്ലി. ആദ്യത്തെ അടിക്ക് പത്തൻകുട്ടിയപ്പച്ചനും താഴെ വീണു, പത്തിച്ചിറ യോനാച്ചൻ പഴയ പ്രവാചകന, അവർ രണ്ടും ഓരോ അടിക്ക് താഴെ വീണു. ടിജുമച്ചനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാ. അവൻ കിട്ടിച്ച് പുറത്തിനിട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നിന്നാ സ്തോത്രം പറഞ്ഞോണ്ട് സ്തോത്രം. അവൻ ഇടി ചൂപ്പാട് വന്നു. ഉമ്മച്ചൻ താഴെ പോയില്ലെന്ന. അവസാനം അവനങ്ങ് ഒഴഞ്ഞു. പക്ഷെ സംഭവിച്ചതൂടെ പറയാം, അതുകൂടെ കേൾക്കും. അവൻ ഇടിച്ചേ ലാസ്റ്റ് ഇടിച്ചേ കൈ ഇങ്ങനെ പൊക്കി. ആ കൈ താഴുന്നുമില്ല, പൊങ്ങുന്നുമില്ല. നീ കളിക്കുന്നത് തീക്കളിയോടാണ്. സ്തോത്രം. ഇത് തീയാ കേട്ടോ. യഹോവയുടെ വചനം തീ പോലെയാ. ഇങ്ങനെ നിന്ന് താഴുന്നുമില്ല, പൊങ്ങുന്നുമില്ല. ഇടികൊണ്ടവര് ഇടിയെല്ലാം മേടിച്ച ഉമ്മച്ചനെ പറ്റും വീണില്ലെങ്കിലും ചെട്ടിപ്പറമ്പിലെ കൊച്ചുകുട്ടിച്ചായന്റെ വീട്ടിൽ വന്ന് കൊച്ചമ്മ ചൂടുവെള്ളമൊക്കെ അനത്തി അന്നത്തെ കാലമല്ലേ ദേഹത്തെല്ലാം വെച്ച് അവര് ശുശ്രൂഷിച്ചു. അച്ചായനും കൊച്ചമ്മയെല്ലാം കൂടെ. ഇടിച്ചവൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അയാളൊരു നായർ സമുദായത്തിൽപ്പെട്ടതാ. അപ്പം ഭാര്യ അച്ഛി ചോദിച്ചു, എന്നാ കൈതാക്കുന്നില്ല? കാര്യം പറഞ്ഞു. അവര് നല്ല സ്ത്രീയായിരുന്നു. അവര് പറഞ്ഞു, നിങ്ങളാ ഉപദേശിയെ വെറുതെ പോയി ഉപദേശിയെ ഇടിക്കുക, പോയി ക്ഷമ പറഞ്ഞു വെച്ച് വരാം. നല്ല സ്ത്രീയായിരുന്നു അവര്. നല്ല ആൾക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പാതിരാത്രി വീണ്ടും ചെട്ടിപ്പറമ്പ് വീട്ടിൽ വന്ന് കഥകെ മുട്ടിയപ്പം കഥക് തുറന്നപ്പം അയാൾ അയ്യോ പിന്നെയും തല്ലാൻ വന്നോന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോ എന്തിയാ ഉപദേശി, എന്റെ കൈ താഴുന്നുമില്ല, പൊങ്ങുന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ക്ഷമ ചോദിച്ചു.
മാപ്പ് ചോദിച്ചു. ദൈവദാസന്മാര് പറഞ്ഞു, ഇതൊക്കെ ശുശ്രൂഷ ഞങ്ങൾക്കുള്ളതാ. തല്ലും തടവും അടിയും ഇടിയും ആക്ഷേപവും, പൗലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി ഇതൊക്കെ ഉള്ളതാ. അദ്ദേഹത്തിന്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു, കയ്യും താന്നു. ആ മനുഷ്യൻ അവിടുത്തെ വേലയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇതാ സുവിശേഷത്തിന്റെ ശക്തി. ഞാനിപ്പോ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും അല്ല സദസ്സിരിക്കുന്ന മാന്യ പിതാക്കന്മാരുമൊക്കെ ഇതുപോലെ 100 അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും അറിവിലും പറയാനുണ്ട്. പക്ഷെ എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ലല്ലോ. ഇതാ സുവിശേഷത്തിന്റെ സത്യം, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ വെളിയിൽ ഒരുത്തൻ നമ്മെ തല്ലാൻ വന്നാൽ അവനെ പ്രാർത്ഥിച്ചൊതുക്കാം. സഭയ്ക്ക് അകത്തുള്ളവൻ തല്ലാൻ വന്നാലോ അവനും പ്രാർത്ഥിച്ചാ ചാട്ടം എല്ലാം വരുന്നത്. കർത്താവേ, ഹോളിലോട്ട് പോകുന്നു, രാവിലെ കമ്മിറ്റി കൊണ്ട് ശരീരാത്മകളെ ബലപ്പെടുത്തണമേ. വേണമെങ്കിൽ അവൻ മറുഭാഷ പറഞ്ഞേച്ചായിരിക്കും, എന്നാ ചെയ്യാണ്? പിന്നെ അങ്ങനെ വല്ല തല്ലും ഉണ്ടാകുന്നെന്ന് വല്ലോ ശ്രുതി മുന്നമേ കിട്ടുകയാണ്. അന്ന് പോകാതിരിക്കുന്നത് ആ ശരീരത്തിന് ദൈവത്തിന് മകത്ത് ഒന്നും വിവരിക്കുന്നില്ല. അപ്പൊ പൗലോസ് പറയുക, ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ 2 പോരാട്ടം. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, 2 അകത്തെ പോരാട്ടം. അകത്തെ പോരാട്ടമാ ഭയാനകം. എന്തുവാ അകത്തെ പോരാട്ടം? ഒന്നുകൂടെ വായിച്ച 29. ഞാൻ പോയ ശേഷം ആട്ടിൻകുട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. വെളിയിൽ നിന്ന് വരും. 2 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. ദുരുപദേശക്കാര്, ദുരുപദേശം ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പം വിവരിക്കാൻ നേരമില്ല. ദുരുപദേശം അതൊക്കെ പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ വരുന്നവര് നടത്തിപ്പും സന്ദർഭോചിതമായിട്ട് പറയട്ടെ. ദൈവത്തിന് ഏതായാലും ഉപദേശം എന്ന് പറഞ്ഞേക്കാം. ഇതിന്റെ ഉപദേശം 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ ആരുടെയും കുത്തകയല്ല, ഒരു സഭക്കാരുടെയും കുത്തകയല്ല. ഇത് കാത്തിരിപ്പ് യോഗ വിദഗ്ധന്മാര് തരുന്നതുമല്ല. പറഞ്ഞാട്ട് നരിക്ക് അതൊന്നും അങ്ങനൊന്നും അല്ല. അവര് പോകുമ്പോ ഇത് നിൽക്കുകയും ചെയ്യും. പണ്ട് ഒരാൾ പറഞ്ഞു, ഇന്നയാള് വന്നു, അഭിഷേകം പ്രാപിച്ചു, പുള്ളി പോയി, അഭിഷേകം അതല്ലിത് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. ഇതാരുടെയും കുത്തകയല്ല, IPCയുടെ കുത്തകയല്ല, അസംബ്ലീസ് ബോർഡിന്റെ കുത്തകയല്ല, ചർച്ചക്കോടുകാരുടെ കുത്തകയല്ല, നമ്മുടെ വേറെ ഏഷ്യ ചർച്ചക്കോട് അതിന്റെ കുത്തകയല്ല, TPM-കാരുടെ കുത്തകയല്ല, ഷാരോന്റെ കുത്തക ഒന്നുമല്ല. ഇത് ഒരു സഭക്കാരൻ, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഒരു സഭയുടെയല്ല. എന്നുള്ളൊരാൾ പറഞ്ഞു, സഭയൊന്നും ഇപ്പം ശരി. പുള്ളി പറഞ്ഞ എല്ലാ സഭയും ഓഫാണ്. സഭയല്ല, ചർച്ച് ഓഫ് ബോർഡ് ഓഫാണ്. അസംബ്ലീസ് ഓഫ് അത് ഓഫാണ്. നമ്മുടെ വേറെ അത് എല്ലാം ഓഫാണ്. പുള്ളി പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. എല്ലാം ഇപ്പൊ ഓഫായി കിടക്കുക. അപ്പൊ പുള്ളി പറയാ, ഓണായിട്ടുള്ളത് ഒന്നേ ഉള്ളെന്ന്, ഷാരോൺ. പുള്ളി പറഞ്ഞതാ, ബാക്കി മുഴുവൻ ഓഫാ പറഞ്ഞതാ. ഓണായിട്ടിരിക്കുന്നത് പിന്നെ ഷാരോൺ. ഒരു കാര്യം പറയാം, ഇത് ഒരു സഭക്കാരുടെയും കുത്തകയല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഇതിന്റെ ഉപദേശമല്ല, അഭിഷേകം പ്രാപിക്കണം. ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്ന. ഞാൻ തർക്കിക്കാനും ഖണ്ഡിക്കാനും ഒന്നും ആളുമല്ല, ഞാൻ അതിന് മുതിരുന്നുമില്ല. തന്നെയല്ല, അങ്ങനെ തർക്കിക്കാൻ വ്യവസ്ഥയില്ലല്ലോ. എന്റെ സ്നേഹിത, എന്റെ സുഹൃത്തെ, ദയവ് ചെയ്ത് ഒരു കാര്യം പറയാം, ഇതൊരു സഭക്കാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നിനക്കും തരും. ദൈവത്തിന് മുഖപക്ഷം ഒന്നുമില്ല. ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഇത് ശരിയാണെങ്കിൽ, അല്ല ശരിയാണെങ്കിൽ എന്നല്ല, ഇത് ശരിയാണല്ലോ, പിന്നെ ഇനി ശരിയാണെങ്കിലെന്ന് കർത്താവെ അവിടുത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മേലും പകരണമേ. ആഗ്രഹിക്കുന്നു, നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും. ആത്മസ്ഥാനത്തോടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ദൈവത്തിന് പോരാ, തീർന്നില്ല. ഉപദേശമാ, തിരുമേശ എടുക്കണം. തിരുമേശ മാസത്തിലൊന്നും
വലിയ വലിയ പാസ്റ്റർമാർ വരുമ്പോൾ എടുപ്പിക്കുന്നത് നല്ലത്. ചെല്ലു പറഞ്ഞോണ്ട് വലിയ പാസ്റ്റർ വന്നെങ്കിൽ അപ്പം പിന്നെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനും പരിജ്ഞാനത്തോടെ ഈ ശുശ്രൂഷ ചെയ്യാൻ പക്വതയും പരിജ്ഞാനം കൊണ്ട് നടത്തണം. കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നെങ്കിലും ആ തിരുമേശ എടുക്കണം. പല കാലത്തും എടുക്കുന്നതല്ല ആണെന്ന്. ചിലക്ക് അങ്ങനെ ഉപദേശമൊക്കെ ഉണ്ട്. എപ്പോഴും ഒന്നും എടുക്കുകയല്ല. ചില പറഞ്ഞ് എപ്പോഴും എടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം, എപ്പോഴും ശ്വാസം വിടുക, പ്രാധാന്യം പോകുന്നുണ്ടോ? ഓ ഞാൻ എന്നും വിടുക, ഇനി വിടുന്നില്ല കുറെ ആള്. ഒരു മാസം കഴിഞ്ഞ് എന്നും ആഹാരം കഴിക്കല്ലോ. ഓ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് കഴിക്കുന്ന ഇനി. അതിലൊക്കെ ശ്രേഷ്ഠമാണ് തിരുമേശ ശുശ്രൂഷ. അതെടുക്കണം. ഇത് തിരുമേശ വരുമ്പം അതിനകത്ത് പോലീസ് നിൽക്കുമ്പോല പിന്നെ ചിലരങ്ങ് മുഴുവൻ അങ്ങ് എടുത്തോളും. എന്തോ ചെയ്താലും അപ്പം കൊണ്ട് പണ്ടൊരു തള്ള മൊത്തം എടുത്ത് അങ്ങ് കുടിച്ചപ്പോൾ ചോദിച്ചു മുഴുവൻ കുടിച്ചോന്ന്. എന്നാൽ തള്ള പറഞ്ഞു എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കുടിച്ചാൽ പൊരിച്ചൂടെ. കാരണം തള്ള നോക്കിയപ്പോൾ ജഗ്ഗിനകത്ത് വീട്ടിലിരിക്കുന്നത്. ഒന്നാമത് ഈ ചൂടും പിടിച്ചത് ഈ മീന ചൂടല്ലേ, എന്റെ വീട്ടിലിരിക്കുന്ന ആളൊക്കെ വരവേജം എടുത്ത് ഗ്ലാസ് കിട്ടിയ മുഴുവൻ അങ്ങ്. ഇപ്പൊ പിന്നെ അതൊക്കത്തില്ല. ചെറിയ ഈ എന്തുവാ അരിഷ്ടം കൊടുക്കുന്നത് പോലെ ചെറിയ അരിഷ്ടം ഒന്നുമില്ല. ഒരാളിനോട് പറഞ്ഞൂടെ മുഴുത്തതിനകത്ത് വരാൻ. ഞാൻ പിന്നെ അതൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ ഇവിടെ ഇച്ചിരൂടെ മുഴുപ്പ് ഉണ്ട് ഇല്ലേ? ഇല്ല ഇല്ല പിന്നെ അല്ല പുസ്തകത്തിലെ വാക്യവും കുടിക്കണമെന്നാണ്. ഇത് കുടിക്കുമ്പോഴൊക്കെയും കള്ളവചനപ്രകാരം പറഞ്ഞ കുറച്ചുകൂടെ തരാൻ. കാരണം കുടിക്കണമെന്നല്ലേ. പിന്നെ അയ്യോ തിരുമേശയുടെ ഉപദേശം തിരുമേശയെടുക്കണം. പോരാ, നീ വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങളെല്ലാം വിട്ട് ഓടണം. ലോകക്കാർ നടക്കുന്ന പോലെ, പറയുന്നത് പോലെ, ചെയ്യുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലൊന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പാടില്ല. കർക്കശമായി വേർപാട് പാലിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കണം. കൂട്ടായ്മ ആചരിക്കണം. പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. പോരാ, ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മാനസാന്തരപ്പെട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ ഒരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇതാ ഇതിനകത്തെ പ്രധാന ഉപദേശം. ഇതിന് വിപരീതമായിട്ട് വരുന്നതെല്ലാം ദുരുപദേശമാണ്. ഒത്തിരി ഉണ്ട്. എല്ലാം ഒന്നും ഇപ്പം വിവരിക്കുന്നില്ല. പൗലോസ് പറഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ അവൻ ദുരുപദേശക്കാര്. രണ്ട് പോരാട്ടം. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, രണ്ട് അകത്തെ പോരാട്ടം. അകത്തെ പോരാട്ടം ആ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. അവൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയെന്ന് എഴുന്നേൽക്കും. ചരിത്രം പഠിച്ച് പൗലോസ് ഇവിടുന്ന് പറഞ്ഞേച്ചു പോയി. 1 വർഷം തികയുന്നതിന് മുന്നേ എഫെസോസ് സഭയിൽ ദുരുപദേശം എഴുന്നേറ്റു. ഒരു വാക്യം വായിച്ച് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 19-ാമത്തെ വാക്യം. എഴുന്നേറ്റവരാരാന്ന്? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 19-ാം വാക്യം. പെട്ടെന്ന് മൈക്കിൽ കൂടെ വായിക്കും സഹോദരി. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും എഫെസോസ് സഭയിലെ എൽഡേഴ്സാ. പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഇവരിവിടെ ഉണ്ട്. പൗലോസ് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടെണ്ണം അങ്ങ് എഴുന്നേറ്റു. ഹുമനയോസും എഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു. ഇവര് പഠിപ്പിച്ച ദുരുപദേശം എന്തുവാ? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച്. 2-ാം ലേഖനം 2:16. ഇവര് പഠിപ്പിച്ച ദുരുപദേശം. ഇല്ലേ? ഭക്തിവിരുദ്ധമായ അതെത്രയാ മുമ്പ് ഇന്ന് ഇല്ലെന്ന് പറഞ്ഞത്? ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഇന്ന് രാവിലെയൊക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇതില്ലാതായോ? വായിച്ചു. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ അടുത്തത് ഇങ്ങോട്ട് നോക്കിയേ. ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവനെ ഒന്നും പാസ്റ്ററെ
ഒന്നും വിളിക്കരുത്. അവിടെ കൊടുത്തത് ആ വക. ചുമ്മാ എല്ലാരും കയറി പാസ്റ്റേന്നൊന്നും. നമ്മുടെ പെന്തിക്കോസുകാർക്ക് ചിലർക്ക് പറ്റിയ വെള്ളത്തുണി ഇട്ടോണ്ട് അന്ന് വന്ന് മീശയും പഠിച്ചാൽ തീർന്നു. ചെല്ലും മിണ്ടാതെ ഇരിക്കും. പാസ്റ്റർ അല്ലെങ്കിൽ പറയണം ഞാൻ പാസ്റ്റർ അല്ല, പറയണ്ടേ? മിണ്ടുകയല്ല. ഒരാളെ പരിചയപ്പെടുമ്പോ ചോദിക്കണം എന്തോ ചെയ്യുന്നു. അപ്പൊ അവര് പാസ്റ്ററാണ് പറയാം ഞാൻ സുവിശേഷ വേലയാ ഇന്നത്. അതനുസരിച്ചാ സംസാരിക്കണ്ടേ. ഇല്ല ചുമ്മാ വെള്ളത്തുണി കൊടുത്തോന്നെ ഭാഷ അതെ വിവരിക്കുന്നില്ല. ആ വകക്കാർക്ക് ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. അല്ല, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങള് ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി. ഈ ദുർബലാക്ഷത്തിന്റെ ഭയാനകത കണ്ടോ? അർബുദമാണ്. ദുർബലാക്ഷത്തിന്റെ വിത്ത് ഒരു സഭയിലോ ദേശത്തോ ഒരു യോഗത്തിനോ വിതച്ചാൽ അർബുദമാണെന്ന് ഓർത്തോണം. അർബുദം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കണം ക്യാൻസർ. ഏറെ പിടിച്ചാൽ കൊണ്ടേ പോകും, വിരളമേ രക്ഷപ്പെടുന്നുള്ളൂ. അതില്ലേ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോഴേ നമ്മൾ പറയുന്നത് തന്നെ ഇയോണ്ട തങ്കമ്മാമയ്ക്ക് ക്യാൻസറാ. എന്റെ ദൈവം, നല്ലൊരു സംഭവം. അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വെച്ച തന്നെ തന്ത കയറും. അതാണ് നമ്മൾ ഈ വെച്ചതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണേ ആള് ആ തങ്കച്ചായന് ക്യാൻസർ ആണോ? കഷ്ടം. നല്ല മനുഷ്യൻ. അയാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതേ ഉള്ളൂ. ഒരു കൂടെ അയാൾ വയറ് പോലെ അവിടെ കൈനെറ്റിക്കേ പോകുന്നു. എന്നാലും നമ്മൾ പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ആള് തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ദുരുപദേശം അർബുദം പോലെ. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും. എന്തുവാ ഇവര് പഠിപ്പിച്ച ദുരുപദേശം? അടുത്തത് ഹുമനയോസും പിലേത്തോസും. നേരത്തെ രണ്ടുപേര് ഹുമനയോസും അലക്സാണ്ടറും. ഇപ്പൊ ഒരുത്തനും കൂടെ കൂടി. ആള് കൂടുന്ന കണ്ടാവും. ഒരുത്തൻ ഇടം കൊടുത്തപ്പം വീണ്ടും കൂടി. ഹുമനയോസും പിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ള. ഇനി പഠിപ്പിച്ച ദുർബലേശം അടുത്ത വാക്യം. അവര് സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മരിച്ചു. ഇതാ ഇവര് പഠിപ്പിച്ച ദുരുപദേശം. എന്തുവാ? പുനരുത്ഥാനം കഴിഞ്ഞെന്ന്. പൗലോസ് പഠിപ്പിച്ചു പോയത് എന്നാന്നറിയാമോ സഹോദരന്മാരെ? അവൻ അന്ത്യകാകള നാരത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാം രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായി അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായി അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇതാ പൗലോസ് പഠിപ്പിച്ചത്. പുനരുത്ഥാനം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് ഏതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം അതുകൊണ്ടും തന്നെ ഇതാണ് പൗലോസ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഇവന്മാര് മൂന്നാലെണ്ണം വന്ന് പഠിപ്പിച്ചു പുനരുത്ഥാനമല്ല ഇല്ലെന്നല്ല കഴിഞ്ഞ ഇത് തന്നെയായിരുന്നു അരിയൂസിന്റെ സിദ്ധാന്തം. അറിയൂസിന്റെ അതിനോട്ട് കടമെടുത്ത് റസല്. അരിയൂസും റസലും. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പാവത്താന്. അതിൽ പാവമായിരുന്നു, പക്ഷെ പരിവക്കാടായി പോയി. നമ്മുടെ കുട്ടിയച്ചൻ. ഏതാ പാട്ട് പാടുന്ന കുട്ടിയച്ചൻ അല്ല, അത് പാവത്താണ്. വിദ്വാൻ കുട്ടിയച്ചൻ. അങ്ങേരോടാണ്ട് ആ തൊമ്മൻ പറഞ്ഞു ഇന്ന ദിവസം വരുമെന്ന്. ഏതാ
കൂടാരപ്പള്ളി തൊമ്മന് വെളിവുകേട് വന്നതാണ്. തൊമ്മൻ ഈ വിദ്വാൻ കുട്ടികളോട് പറഞ്ഞു ആണ്ട വരുന്നെന്ന്. ഈ പാവം എല്ലാവരോടും പറഞ്ഞു ആണ്ട വരുന്നെന്ന്. എല്ലാവരോടും ഒന്നിച്ച് കൂടിയിരുന്നു. വന്നുമില്ല, കുഴയുകയും ചെയ്തു. എന്നാ ചെയ്യാൻ? നിങ്ങൾ കേട്ടിട്ടില്ലേ 5:30? പിന്നെ പുള്ളി ഒരു ദുഃഖത്തോടൊക്കെ ആണെങ്കിലും ഒരു പാട്ടിന്റെ വരി എഴുതി. എത്ര നാൾ കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കിക്കാണ്ട വാർത്തലത്തും ദുരിതം, കർത്താവെ നോക്കിക്കാണ്ട വാർത്തലത്തും ദുരിതം, കർത്താവെ നോക്കിക്കാണ്ട വാർത്തലത്തും ദുരിതം, കർത്താവെ നോക്കിക്കാണ്ട വാർത്തലത്തും ദുരിതം. കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തും ദുരിതം, കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തും ദുരിതം. കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയൻ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയൻ. താമസം എന്താണോ വന്നിടാനേശു, താമസം. അപ്പൊ ശ്രദ്ധിക്കുക, ദുർവരാശം ശക്തമാകുക. അപ്പൊ ദുർവരാശത്തിനെതിരെ ഖണ്ഡനം നടത്താന് യൂദ ഈ ലേഖനം എഴുതിയത്. അയ്യോ, സമയം മുമ്പോട്ട് പോയി. യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. എനിക്ക് ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണം കുറഞ്ഞത്. അത് പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുമൊക്കെ പാടുന്നതുകൊണ്ട്. അതുകൊണ്ട് 2 ശീലം, അല്ലാതെ പോയിന്റ് മാത്രം പറയാൻ തന്നെ അത്ര വേണ്ട. എന്നാലും നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്നല്ലോ. ദേശവാസികൾക്കും വന്നവർക്കും വിശേഷിച്ച് ദൈവദാസന്മാർക്കും സമീപവാസികൾക്കും സ്ഥലവാസികൾക്കും എല്ലാം നന്ദി. ഒറ്റ കാര്യം പറഞ്ഞു നടത്താം. യേശു മാത്രമാണ് രക്ഷ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വാട്ടം, മാലിന്യം, കറ, ചുളുക്കം ഒന്നുമില്ലാത്ത ശുദ്ധയും ശുഭ്രയുമായ അവൻ കാന്തയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഒരപേക്ഷ. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളും ഓർക്കുന്ന സമയം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും തിരുവല്ലായിലെ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ഒരു സഹായത്തിന് വാ. നിങ്ങളുടെ സഭയിൽ നിന്ന് മാറാനല്ല, നിങ്ങൾ കൂടുന്നിടത്തൊക്കെ കൂടാവുള്ള വരുമ്പം നിങ്ങളുടെ പാസ്പോർട്ട് പറഞ്ഞേച്ചേ വരാവുള്ളൂ. ഒന്നും പറയാതെ മിണ്ടാതെ അവിടോട്ട് വന്നേക്കരുത്. അപ്പൊ പറഞ്ഞേക്കു, ഒന്ന് ക്ഷണിക്കില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഭവിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും വാത്സല്യ പിതാവിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആവതുണ്ടെങ്കിൽ
ഒറ്റ നിമിഷം ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ രണ്ടും ഒന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ പാട്ടൊന്ന് പാടാ. എന്നു കാണാ ഇനി എന്നു കാണാ എന്റെ രക്ഷ നായകനെ. കരങ്ങൾ വീശി ഓ എന്നു കാണാ ഇനി എന്നു കാണാ എന്റെ. കരങ്ങൾ വീശി എന്നു കാണാ എന്നു കാണാം ഇനി എന്നു കാണാം എന്റെ രക്ഷ നായകനെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.